ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. തറ തുടിച്ചുകൊണ്ടിരിക്കുന്ന മൈഥിലിയെ കാണിച്ചുകൊണ്ട് അവൾ നന്നായെന്ന് തോന്നുന്നെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. എന്നാൽ കൈമളോ അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നതേയില്ല. അതേസമയമാണ് അങ്ങോട്ടേക്ക് സാവിത്രി വരുന്നത്. സാവിത്രിയോട് മൈഥിലിയെ കാണിച്ചു കൊടുത്തിട്ട് അവളുടെ സ്വഭാവം മാറിയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് കൈമള ചോദിക്കുന്നു. എല്ലാ മനുഷ്യർക്കും തെറ്റിതിരുത്താൻ അവസരം കൊടുക്കണം. അവസരം കൊടുത്ത് അവർ നന്നായാലേ അവർ പറയുന്നത് കേൾക്കാനും അവരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ കേൾക്കാനും അത് പ്രവർത്തിക്കാനുമൊക്കെ മനസ്സുണ്ടാവുകയും വേണം. ഇല്ലെങ്കിൽ അവരൊരു തെറ്റിൽ നിന്നും വീണ്ടും പല പല തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സാവിത്രി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ജയിലിൽ ജയറാമിനെ കാണാനായി ചെന്നിരിക്കുന്ന നന്ദിനിയെയും മീനാക്ഷിയും കാർത്തിയെയുമാണ്. എൻ്റെ അച്ഛനെയും അമ്മയും മനസ്സ് തുറന്നൊന്ന് സ്നേഹിക്കാൻ എന്നെ കൊണ്ടായിട്ടില്ല. എപ്പോഴും അവർക്ക് വേദന മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ അച്ഛനെയും അമ്മയെയും നന്നായി തന്നെ സ്നേഹിക്കണമെന്ന് ജയരാമൻ പറയുന്നു. തുടർന്ന് നന്ദിനിയോട് ജയരാമൻ പറയുകയാണ്, ഇനിയൊരു ജന്മമുണ്ടെങ്കിലും അല്ലെങ്കിൽ എല്ലാ ജന്മത്തിലും ദേവിയുടെ പാതിയാകാൻ തന്നെ ഞാൻ പ്രാർത്ഥിക്കും. നമ്മുടെ ഇടയിലേക്ക് മൂന്നാമതൊരാൾ വരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയുമില്ല. എന്ത് താങ്ങാനുള്ള കരുത്തും ദേവിക്കുണ്ടാകണമെന്നും ജയരാമൻ പറയുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മീനാക്ഷിയും നന്ദിനിയും. വീണ്ടും അവർക്ക് മുന്നിൽ ഒന്നും പറയാൻ സാധിക്കാതെ ജയറാമൻ വിഷമത്തോടെ അവരുടെ അടുത്തുനിന്ന് പോവുകയാണ്. ഇത് കണ്ടാകെ തകർന്നു നിൽക്കുകയാണ് കാർത്തിയും മീനാക്ഷിയും നന്ദിനിയും. അതേസമയം കാർത്തി ബ്ലേഡ് ബാബുവിനെ കാണുകയാണ്. അവിടെയുള്ളൊരു കോൺസ്റ്റബിളിനെ അടുത്തേക്ക് വിളിച്ച് ബ്ലേഡ് ബാബുവിനെ കുറിച്ച് തിരക്കുമ്പോൾ ഏതോ പോലീസുകാരൻ്റെ തന്നെ കൊട്ടേഷൻ ആണെന്നും വലിയ ഏമാന്മാരാണെന്നും ഇതൊക്കെ ഇവിടെയല്ലേ നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കോൺസ്റ്റബിൾ അവിടുന്ന് പോകുമ്പോൾ കാർത്തിയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ബ്ലേഡ് ബാബു അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മീനാക്ഷിയുടെ മുറിയിൽ താക്കോല് തപ്പാനായി കയറിയിരിക്കുകയാണ് മൈഥിലി. അതേസമയം മാലതി വന്ന് പിന്നിൽ നിന്ന് മൈഥിലിയുടെ തോളത്ത് കൈവയ്ക്കുമ്പോൾ എൻ്റെ മീനാക്ഷി, സത്യമായിട്ടും ഞാൻ മോഷ്ടിക്കാൻ കയറിയതല്ലേ എന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് മൈഥിലി. എൻ്റെ മൈഥിലി, ഇത് ഞാനാ മാലതി. മാലതി പറയുമ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്യാൻ വന്നതാണെന്ന് മൈഥിലി പറയുന്നു. എൻ്റെ മൈഥിലി, നീ ഇവിടെ ആ നിലവറയുടെ താക്കോലെടുക്കാൻ വന്നതാണെന്നൊക്കെ എനിക്ക് നന്നായി തന്നെ അറിയാം. മുഖത്ത് നോക്കി കള്ളം പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലെന്ന് മാലതി പറയുന്നു. എന്നെ ഒഴിവാക്കി പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിന്റെയൊക്കെ പ്ലാനെങ്കിലേ ഈ വീട്ടിലുള്ള എല്ലാവരോടും സത്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയും. അവനെൻ്റെ ആങ്ങളയാണെന്നൊന്നും ഞാൻ നോക്കില്ല. നിന്നെയും അവനെയും കൂടി ഇവിടെയുള്ളവരെല്ലാം കൂടിയിട്ട് ചവിട്ടിക്കൂട്ടും. എൻ്റെ കുഞ്ഞമ്മായിക്ക് ഷെയറൊക്കെ തരാം. പക്ഷെ ആദ്യം താക്കോല് കണ്ടുപിടിക്കണ്ടേ. മൈഥിലി, ഇവിടെ ഇരിക്കുന്ന കൃഷ്ണവിഗ്രഹവും ആ താക്കോലുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അത് നീ തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞ് മാലതി അവിടെ നിന്ന് പോകുമ്പോൾ ആ കൃഷ്ണവിഗ്രഹം പൊക്കി അതിൻ്റെ അടിയിലെല്ലാം താക്കോല് തപ്പുകയാണ് മൈഥിലി. അതേസമയം കാർത്തിയും നന്ദിനിയും മീനാക്ഷിയും കൂടി ചെമ്പകമംഗലത്തേക്ക് തിരികെ വരികയാണ്. അതേസമയം തന്നെ മീനാക്ഷിക്ക് കൃഷ്ണവിഗ്രഹത്തിന്റെ ഉള്ളിൽ നിന്നും നിലവറയുടെ താക്കോലും കിട്ടുന്നു. ആ താക്കോല് കയ്യിൽ പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന മൈഥിലിയാണ് കാണിക്കുന്നത്. അതേസമയം കാർത്തിയെയും മീനാക്ഷിയും നന്ദിനിയും ഒക്കെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അകത്തേക്ക് ഓടുകയാണ് മാലതി. താക്കോല് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മൈഥിലിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.